ഹലോ, വയനാട് ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ട് പോവാണ്. വയനാട് വൈത്തിരിയുള്ള ടീ ഹിൽ റിസോർട്ടിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾ വേഗം പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ഉമ്മയും അനിയനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പം ഞാനും ഉമ്മയും കൂടെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വില്ല. ഇതിലൊരു കൗച്ച്, പിന്നെ ബെഡ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയും ഒക്കെ വരുന്നൊരു വില്ലയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്. പല്ലി അതവിടെ നോക്കുമ്പോൾ നല്ലോണം തണുത്ത് വിറച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ ഓളെ പോളിനെറ്റ് കയറുമില്ല. അപ്പം അങ്ങനെ വിറച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ചെറിയ മഴ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തെ ചെറിയ മഴ വരും. അപ്പം പിന്നെ അങ്ങനെ അധികം ഇറങ്ങാണ്ട് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ചീവീടിൻ്റെ ഒക്കെ സൗണ്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു മലൻ്റെ മുകളിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അങ്ങനെ അത് അല്ലിനെയും കൊണ്ടുവരുന്നുണ്ട്. ഓളാകെ വിറച്ചാണ് വരുന്നത്. അങ്ങനെ മഴയൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാ കിഡ്സിന് കളിക്കാനുള്ള ചെറിയൊരു ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെയൊക്കെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലുള്ള ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മളവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ പോയി വെക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ടൈമിൽ തന്നെ നല്ല കാറ്റും മഴയൊക്കെ വന്ന് വീണ്ടും തിരിച്ചിറങ്ങാണ് കേട്ടോ. കുറച്ച് ടൈം അവിടെ നിന്നിട്ടുള്ളൂ.
വീണ്ടും നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ കാണുമ്പോൾ തന്നെ പേടിയാവാണ്. കാരണം ഞങ്ങളിത് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ നടന്ന അതിൻ്റെ തലേ ദിവസമാണ്. ഞങ്ങളവിടെ പോയി വന്ന് പിറ്റേ ദിവസം 2 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഈ ന്യൂസ് കേൾക്കുന്നത്, ഉരുൾപൊട്ടൽ നടന്ന ന്യൂസ് കേൾക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് അന്നത്തെ അന്തരീക്ഷമൊക്കെ എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത് ഇതിലിങ്ങനെ കാണുന്നത്. കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം അത്രയും മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പിന്നെ ഈ വ്ളോഗിലേക്ക് നോക്കാനോ ഇത് എഡിറ്റ് ചെയ്യാനോ ഒന്നുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വെച്ചൊരു വ്ളോഗായിരുന്നു ഇത് കേട്ടോ. രാത്രി ഒക്കെ നല്ല കാറ്റും മഴയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇവിടെ കിച്ചണും സൗകര്യമൊക്കെ ഉണ്ട്. ഫുഡ് വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി കിടക്കുകയാണ്. കിടക്കുന്ന ടൈമിലും ഒക്കെ നല്ല മഴ, പിന്നെ കിടന്ന് കഴിഞ്ഞിട്ടൊക്കെ നല്ല മഴേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അമ്മക്ക് അങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെയോ തോന്നുന്നു, ഇങ്ങനെ മഴ എന്താന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വയനാടല്ലേ, അപ്പം നല്ല മഴയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കിടന്നു. ഇത്രയും വലിയൊരു ദുരന്തം വരാൻ നിൽക്കുകയാണെന്നൊന്നും നമുക്ക് അന്ന് അറിയില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും. അങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് പുറത്ത് പോയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്, 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ അന്തരീക്ഷം കണ്ടോ, ഭയങ്കര ഒരു മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു വില്ലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ഉമ്മയും പിന്നെ ഇവിടെ ഇതിന് മുകളിലൊക്കെ കുറേ ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് നടക്കാമെന്ന് പറഞ്ഞ് മഴയില്ലാത്ത നേരം നോക്കി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ ഈ ഒരു ചുരിദാർ കണ്ടിട്ടത് ഓൺലൈനിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളി വ്യൂ, ടീ പ്ലാന്റേഷൻ്റെ ഒരു വലിയൊരു ഏരിയ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അതിലൂടെയാണ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ടൈമൊക്കെ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. പക്ഷേ അന്ന് എന്തോ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ നേരെ പോയത് പൂക്കോട്ട് ലേക്കിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാറ്റും
മഴയും വന്നു. ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര വെച്ചുള്ളൊരു കാറ്റും മഴയും. എൻ്റെ ഉമ്മാക്കൊക്കെ അല്ലെങ്കിൽ തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഉമ്മ മഴ ചെറുതായിട്ട് ചാറി വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഇരുണ്ട് വരുമല്ലോ, അപ്പം തന്നെ നമുക്ക് തിരിച്ചു പോവാം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഏകദേശം ഞങ്ങൾ തിരിച്ചു. പിന്നെ ഭയങ്കരമായ പെയ്തിട്ടാ. അപ്പോൾ പിന്നെ വേഗം പേടിച്ചിട്ട് തന്നെ വേഗം തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് എത്തൂലേന്ന് വരെ വിചാരിച്ചു, അത്രയുമുള്ള ഇതായിരുന്നു. പക്ഷേ ഈ ഒരു മയത്തും ഒരു കൂസലും ഇല്ലാതെ പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കുറേ സെൻറ്ററിലെത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ ഏകദേശം അപ്പം അനിയനിങ്ങനെ പറയുന്നുണ്ട് ടൈം ആയിട്ടില്ല, കുറച്ച് നേരം കൂടെ കറങ്ങിയിട്ട് പോവാമെന്നൊക്കെ. അപ്പോൾ അത് നല്ല മഴ വന്ന് പെട്ടെന്ന് ഞങ്ങൾ കയറി. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കോഫിയും ഒക്കെ ആയിട്ട് എന്താ പാനിപൂരിയും ഒക്കെ കഴിച്ചു. പാനിപൂരി ഒന്നും കൊള്ളൂല കേട്ടോ. അങ്ങനെ മഴ തോരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ വയനാട് ഞങ്ങൾ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ച്, അതേപോലെ തന്നെ അതിലും സന്തോഷത്തിൽ ഞങ്ങൾ അവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് നമ്മൾ ഈ ഒരു ന്യൂസ് കേൾക്കുന്നത്. അപ്പം ഭയങ്കര ഒരു വലിയ ഷോക്കായിരുന്നു. എന്തായാലും അതിൽ മരണപ്പെട്ടു പോയിട്ടുള്ള, അപകടത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.